അപ്പോഴേ വില കുറഞ്ഞൊരു 2 ഏക്കർ 47 സെന്റ് സ്ഥലം നമ്മളെ കയ്യിൽ വന്നിട്ടുണ്ട്. ഫാമിനും കൃഷിക്കും ഏറ്റവും അനുയോജ്യമായ നല്ല സ്ഥലം. ഈ സ്ഥലത്ത് തെങ്ങുകളുണ്ട്, കവുങ്ങുകളുണ്ട്, മാവുകള്, പ്ലാവുകള്, ജാതിമരണ്ട്, അതുപോലെ നമുക്ക് എല്ലാ സംഭവങ്ങളുണ്ട്. ഒരു വീടുണ്ട്, ഇതില് 2 കിണറുണ്ട്, ഒരു കുളമൊക്കെ ഉണ്ട്. വില കുറഞ്ഞ നല്ലൊരു സ്ഥലം, ഫാമിനും കൃഷിക്കും ഏറ്റവും അനുയോജ്യമായ ഒരു സ്ഥലം. നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇത് നമ്മുടെ സ്ഥലത്തിന്റെ ഫ്രണ്ട് ഭാഗമാണ് നമ്മൾ കാണുന്നത് കേട്ടോ. ഫ്രണ്ടിൽ എന്നത് നല്ലൊരു പുളിമരമൊക്കെ നമുക്ക് ഇങ്ങനെ കാണാം, വലിയൊരു മരമാണ്. അപ്പോൾ ഈ ഫ്രണ്ട് ഭാഗത്ത് നമ്മൾ കണ്ട ഈ മണ്ണ് റോഡ്, ഇതൊരു 150 മീറ്ററോളം ഈ മണ്ണ് റോഡാണ് വരുന്നത്. അത് കഴിഞ്ഞാൽ നല്ല ടാറിംഗ് ആണ്. ഈ ടാറിങ്ങിൽ നിന്നും ഏകദേശം ഒരു 150 മീറ്ററോളം നമ്മൾ ഈ മണ്ണ് റോഡാണ് നമ്മുടെ സ്ഥലത്തേക്കുള്ളത് കേട്ടോ. ഇതിന്റെ ചുറ്റുഭാഗത്ത് ഫുള്ള് ഇതുപോലെ തോട്ടങ്ങളാണ്. നമ്മളിപ്പോ ഈ വീഡിയോയിൽ കാണുന്ന ഈ ലെഫ്റ്റ് സൈഡിലാണ് നമ്മുടെ സ്ഥലം. ഈ മണ്ണ് റോഡ് നമുക്കിത് ഇങ്ങനെ പോകുന്നത് ഒരു 10-60 മീറ്റർ ഇങ്ങനെ ഫ്രണ്ടേജ് ഉണ്ട്. നിങ്ങൾ ഏകദേശം മുമ്പിൽ ഒരു പോസ്റ്റോ കാണുന്നുണ്ടാവും. ആ പോസ്റ്റ് വരെയാണ് നമ്മുടെ ഈ അതിരിങ്ങനെ വരുന്നത്. പിന്നെ ബാക്കിലേക്കാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത്. ബാക്കിലേക്ക് പോകുന്തോറും വീതി ഇങ്ങനെ കൂടിയാണ് വരുന്നത്. ഏകദേശം ഒരു എൽ ഷേപ്പിലാണ് നമ്മുടെ ഈ സ്ഥലം കിടക്കുന്നത്. നേരെ നമ്മുടെ സ്ഥലത്തിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കാഴ്ചയാണ് നമ്മളിതിങ്ങനെ വീഡിയോയിൽ കാണുന്നത്. നമ്മൾ പറഞ്ഞതുപോലെ കണ്ടില്ലേ, ഫുള്ള് മരങ്ങളാണ് ഇതിൽ കേട്ടോ. തെങ്ങുകളുണ്ട്, ഒരു 82ഓളം ഇതിൽ തെങ്ങുകളുണ്ട്. അതിലൊരു 40 തെങ്ങിന് മുകളിൽ നല്ല കായ്ക്കുന്ന തെങ്ങാണ്. തെങ്ങിലൊക്കെ അത്യാവശ്യം നല്ല നാളികേരമുള്ള തെങ്ങുകളാണ്. കവുങ്ങുകൾ ഇഷ്ടംപോലെ കവുങ്ങുകളുണ്ട് കേട്ടോ. ഇതില് നല്ല കവുങ്ങുണ്ട്, കുറച്ച് പോയ കവുങ്ങുകളൊക്കെ ഉണ്ട്. അതുപോലെ ഇതില് നമ്മൾ പറഞ്ഞ പോലെ മാവും പ്ലാവും, അതുപോലെ ജാതിമരമുണ്ട്, ഗ്രാമ്പൂവിന്റെ മരമുണ്ട്, എല്ലാ സംഭവങ്ങളും ഇതിലുണ്ട്. നല്ല നമുക്ക് വിശദമായിട്ട് കാണാം. നല്ല വളക്കൂറുള്ള മണ്ണാണ് ഇവിടെ കേട്ടോ. വയനാട്ടിലെ മണ്ണ് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. എന്ത് നട്ടാലും പെട്ടെന്ന് തന്നെ വളരുന്ന ഒരു മണ്ണാണ് ഈ ഭാഗമൊക്കെ. നമ്മൾ ഏകദേശം നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഒരു സെന്റർ ഭാഗത്താണ് എത്തി നിൽക്കുന്നത്. ഇവിടെയാണ് നമ്മൾ പറഞ്ഞില്ല, ജാതിമരൊക്കെ ഈ ഭാഗത്ത് ഈ സെന്റർ ഭാഗത്തായിട്ടാണുള്ളത്. ഇടയിലൊക്കെ കുറച്ച് കാപ്പിയൊക്കെ ഇങ്ങനെ കാണാം. ഈ സ്ഥലം തീരെ ശ്രദ്ധിക്കാത്തൊരു സ്ഥലമാണ് കേട്ടോ. എന്നിട്ട് പോലും എല്ലാം നല്ല കരുത്തിലാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നല്ലൊരു കർഷകന്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാല്, അല്ലെങ്കിൽ ഒരു കൃഷിയോട് താല്പര്യമുള്ള ഒരാളെ കയ്യിലൊക്കെ ആണെങ്കിലും നല്ലൊരു വരുമാനമുള്ള തോട്ടാക്കി മാറ്റാം നമുക്കിവിടെ. നമ്മുടെ ഈ സ്ഥലം ഫുള്ള് നിരപ്പാണ്. ഇവിടെ നമുക്കൊരു പ്രശ്നങ്ങളില്ലാത്തൊരു ഏരിയ ആണ് കേട്ടോ. ഫോറസ്റ്റിന്റെ പ്രശ്നങ്ങള്, മൃഗശല്യം പ്രശ്നങ്ങൾ അങ്ങനെയൊന്നും ഇല്ല. അതുപോലെ കുന്ന് മലകളൊന്നും ഇല്ലാത്ത നല്ലൊരു ഏരിയ ആണ് ഇവിടെ. ഈ സ്ഥലം നമുക്ക് നല്ലൊരു വരുമാനമുള്ള ഒരു തോട്ടാക്കി മാറ്റാട്ടോ. പുതിയ മരങ്ങളൊക്കെ പ്ലാന്റ് ചെയ്യാം. ഇതിൽ നമ്മൾ പറഞ്ഞ പോലെ പോയ കവുങ്ങൊക്കെ ഒഴിവാക്കി കഴിഞ്ഞിട്ട് ഇവിടെ നമുക്ക് പുതിയ മരങ്ങളൊക്കെ പ്ലാന്റ് ചെയ്യാൻ പറ്റും. കാപ്പി ഇപ്പോൾ വയനാട്ടിൽ നല്ല വിലയാണല്ലോ. അതുകൊണ്ട് നമുക്ക് കാപ്പി വേണമെങ്കിൽ കാപ്പി പ്ലാന്റ് ചെയ്യാം. അതുപോലെ നമ്മൾ കണ്ടില്ലേ, അതായത് കാണുന്ന ജാതി മരങ്ങൾ വേണമെങ്കിൽ അത് നമുക്ക് പുതിയത് പ്ലാന്റ് ചെയ്യാം. അതുപോലെ ഫ്രൂട്ട്സിന്റെ മരങ്ങളൊക്കെ ഫുള്ളായിട്ട് പ്ലാന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മണ്ണാണ് കേട്ടോ. നമുക്ക് ബട്ടർ ഫ്രൂട്ടിന്റെ മരമൊക്കെ ഫുള്ളായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല വരുമാനമാണ്. ബട്ടർ ഫ്രൂട്ടിനൊക്കെ അത്യാവശ്യം നല്ല വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അതേപോലെ ഈ ജാതിക്കൊക്കെ അത്യാവശ്യം വെള്ളത്തിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ട് നമുക്കിവിടെ വെള്ളത്തിന് നല്ല സൗകര്യമാണ് കേട്ടോ. നമ്മുടെ ഈ 2 ഏക്കർ 42 സെന്റില് ഒരു 30 സെന്റോളം നമുക്ക് വയലാണ് വരുന്നത്. അതുകൊണ്ട് വെള്ളത്തിന് നല്ല സൗകര്യമാണ്. 2 കിണർ നമ്മൾ പറഞ്ഞില്ല, അതുണ്ട്, കുളമൊക്കെ ഉണ്ട്, നനക്കാനൊക്കെ നല്ല സൗകര്യമുണ്ട്. ഇനി നിങ്ങൾ ഫാം നടത്താൻ താല്പര്യമുള്ളവരാണെങ്കിൽ നമുക്കൊരു ഭാഗത്ത് ഫാമും നടത്താനുള്ള നല്ല സൗകര്യമാണ് കേട്ടോ. ഇവിടെ നമുക്ക് പശു ഫാം, പോത്ത് ഫാം, അതുപോലെ ആട് ഫാം, കോഴി ഫാം എല്ലാം നടത്താൻ പറ്റേ. ഇവിടെ നമുക്ക് പരിസരത്തൊന്നും വീടുകളില്ല. നമ്മൾ പറഞ്ഞ പോലെ തോട്ടങ്ങളായതുകൊണ്ട് നല്ല പ്രൈവസിയും കൂടി ഉണ്ട്. അതുപോലെ വെള്ളം ഉള്ളത് കൊണ്ട് നമുക്ക് ഫാമിന്റെ ആവശ്യത്തിനൊക്കെ പറ്റും കേട്ടോ. നമ്മൾ പറഞ്ഞ 1ാമത്തെ കിണറാണ് നിങ്ങൾ കാണുന്നത്. ഇതിലൊക്കെ നല്ല തെളിഞ്ഞ നല്ല വെള്ളമാണ് കേട്ടോ. ഇത് ഏകദേശം നമ്മൾ ഈ സ്ഥലത്തിന്റെ ഒരു സെന്റർ ഭാഗത്തായിട്ടാണ് ഈ കിണറുള്ളത് കേട്ടോ. 2ാമത്തെ കിണർ വയലിനോട് ചേർന്നാണ്. നമ്മുടെ ഈ സ്ഥലത്ത് ഫുള്ളായിട്ട് പുല്ലിങ്ങനെ ഫുള്ള് വളർന്നു നിൽക്കുന്നുണ്ട് കേട്ടോ. ഈ മഴ ആയതുകൊണ്ടും അതുപോലെ വയനാട്ടിലെ മണ്ണായതുകൊണ്ട് നമുക്കറിയാം, വയനാട്ടിൽ നോക്കി നിൽക്കുമ്പോഴത്തേക്ക് പുല്ലൊക്കെ പെട്ടെന്ന് ഇങ്ങനെ വളർന്നു വരും മഴക്കാലമായി കഴിഞ്ഞാൽ. അതുകൊണ്ട് നമ്മുടെ ഈ സ്ഥലത്ത് ഫുള്ളായിട്ട് പുല്ല് നല്ല വളർന്നു നിൽക്കുന്നുണ്ട്. നമ്മളിപ്പോ ഏകദേശം നമ്മുടെ ഈ സ്ഥലത്തിന്റെ ലാസ്റ്റ് ഭാഗത്താണ്, ഒരു സൈഡിൽ ലാസ്റ്റ് ഭാഗത്താണ്. ഇതൊരു എൽ ഷേപ്പിലാണ് സ്ഥലം കിടക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഈ വയലിന്റെ ഭാഗമാണ് നമ്മളിതാ കാണുന്നത്. ഒരു 30 സെന്റ് വയൽ നമ്മൾ പറഞ്ഞില്ലേ, ഈ വയലിലാണ് നമ്മൾ ഈ കുളം ഉള്ളത് കേട്ടോ. ഇതൊരു നാച്ചുറൽ കുളാണ്, വെള്ളം ഇഷ്ടംപോലെ ഉള്ളൊരു കുളാണ്. ഈ കുളത്തില് നമുക്ക് കുറച്ചുകൂടി സൗകര്യപ്പെടുത്തി കഴിഞ്ഞാൽ നല്ല മീൻ കൃഷിയൊക്കെ ചെയ്യാട്ടോ. അതിനൊക്കെ സൗകര്യമുണ്ട്. ഈ സ്ഥലം നമ്മൾ പറഞ്ഞില്ലേ, നമ്മളൊരു ഐഡിയ പൂർവ്വം നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഡെവലപ്പ് ചെയ്തെടുക്കാം. ഈ ലാസ്റ്റ് ഭാഗത്തൊക്കെ കണ്ടില്ലേ, ഫുള്ളായിട്ട് കവുങ്ങാണുള്ളത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ സ്ഥലം വരുന്നത് വയനാട് ജില്ലയില് പനമര ഭാഗത്താണ്. എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു സ്ഥലം. അപ്പോൾ ഈ സ്ഥലത്തിന് ഇവർ ആവശ്യപ്പെടുന്നത് ടോട്ടൽ ഈ 2 ഏക്കർ 42 സെന്റ് സ്ഥലത്തിന് ഇവർ ആവശ്യപ്പെടുന്നത് 55 ലക്ഷം രൂപയാണ്. വില കുറഞ്ഞ നല്ലൊരു സ്ഥലം. ആവശ്യക്കാർ വിളിക്കുക. നമുക്കറിയാം, നല്ല സ്ഥലമൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് തന്നെ വിറ്റുപോകും. അതുകൊണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ.
നമ്മൾ പറഞ്ഞ നമ്മുടെ ഈ സ്ഥലത്തുള്ള വീടാണ് നിങ്ങൾ കാണുന്നത് കേട്ടോ. കുഴപ്പമില്ലാത്തൊരു വീടാണ് ഇത്. കുറച്ച് വർക്ക് കഴിഞ്ഞാൽ നല്ലൊരു താമസയോഗ്യമാക്കാം നമുക്ക്. വീടിന്റെ ബാക്ക് വശമൊക്കെയാണ് നിങ്ങൾ കാണുന്നത്. ഈ വീടൊക്കെ ഒരു സൈഡിലാണുള്ളത് കേട്ടോ. നമ്മൾ പറഞ്ഞൊരു എൽ ഷേപ്പിലാണ് നമ്മുടെ സ്ഥലം കിടക്കുന്നത് എന്നുള്ളത്. ഇതൊക്കെ ഒരു സൈഡ് ഭാഗത്താണുള്ളത്. ഇവിടൊക്കെ ഈ ബാക്കിലേക്കൊക്കെ ഫുള്ള് മരങ്ങൾ തന്നെയാണുള്ളത്. തെങ്ങിലൊക്കെ ഉണ്ടല്ലോ, അത്യാവശ്യം നല്ല നാളികേരം തന്നെയാണുള്ളത്. ഇതൊക്കെ സമയത്തിനനുസരിച്ച് വളമൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, വേനലൊക്കെ നനച്ചു കഴിഞ്ഞാൽ നമുക്ക് തെങ്ങിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല നാളികേരം തന്നെ ലഭിക്കും. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ കിണറാണിത്. ഇത് വയലിനോട് ചേർന്നാണ് കിടക്കുന്നത്. കുറച്ച് ചെമ്പറവുള്ള വെള്ളമാണ് ഇത്. നമുക്ക് കൃഷി ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന കിണറാണിത്. ഇത് ഈ വീടിന്റെ ബാക്ക് വശം ആയിട്ടാണ് വരുന്നത് കേട്ടോ. നമ്മൾ പറഞ്ഞില്ല, ഒരു എൽ ഷേപ്പ് സ്ഥലമായതുകൊണ്ട് ഇങ്ങോട്ടാണ് സ്ഥലം ഇങ്ങനെ കിടക്കുന്നത്. ഇത് നമ്മൾ കാണാത്തൊരു ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ മാവുകളുണ്ട്, പ്ലാവുകളുണ്ട്, അതേപോലെ ഗ്രാമ്പൂവിന്റെ മരങ്ങളൊക്കെ ഈ ഭാഗത്താണുള്ളത്. ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഒരു സൗകര്യം ഉള്ളത് കേട്ടോ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് പരമാവധി സപ്പോർട്ട് ചെയ്യണം. നൂറുദ്ദീൻ വയനാട് എന്നാണ് ചാനലിന്റെ പേര്. ഭാഗത്തൊക്കെ കണ്ടില്ലേ, തെങ്ങിലൊക്കെ അത്യാവശ്യം നല്ല നാളികേരാണുള്ളത്. അപ്പോൾ ഇതുപോലെ എന്തെങ്കിലും വസ്തുക്കള്, വീടോ സ്ഥലോ നിങ്ങൾക്ക് വാങ്ങാനോ വിൽക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിലൊന്ന് നിങ്ങൾ ബന്ധപ്പെട്ടാൽ മതി. ഞങ്ങൾ നിങ്ങളെ വിൽക്കാനും വാങ്ങാനും ഒക്കെ സഹായിക്കുന്നതാണ്. ഇതൊക്കെ ഗ്രാമ്പൂവിന്റെ മരാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.